എന്റെ മോളെ ആദ്യമായി കിടത്തി ഉറക്കിയ തൊട്ടില്ല. ഇത് കാണുമ്പോ എന്റെ മനസ്സ് ആ നാളുകളിലേക്ക് പോകും. അത് കഴിഞ്ഞ് അവൾ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയപ്പോ ആദ്യമായി അവൾ ഓടിച്ച അവളുടെ കുഞ്ഞു സൈക്കിൾ. അവൾ ഈ സൈക്കിൾ ഓടിക്കുമ്പോ എന്ത് ഭംഗിയാണെന്നറിയോ? കണ്ണെടുക്കാൻ തോന്നില്ല ഞങ്ങൾക്ക്. ഇതെന്റെ മോള് കുറച്ചുകൂടി വളർന്നപ്പോ വാങ്ങിച്ച സൈക്കിൾ. വീണ് വല്ല പരുക്കും പറ്റുമെന്ന് എനിക്ക് എപ്പോഴും പേടിയായിരുന്നു. ഭാഗ്യം അവൾ വീണില്ല. വീണാ പിടിക്കാൻ വേണ്ടി ഞാൻ 4 പേരെ വെച്ചിരുന്നു. അവരിവളുടെ ഒപ്പം ഓടും. എടാ നോക്കി നിൽക്കാണ്ട് കൂടെ ഓട്. പഠിച്ചു. ഈ സൈക്കിള് നന്നായി ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞപ്പോ മോളെ എന്താണ് എന്താണ് ഭയങ്കര ദേഷ്യം? അവൾക്ക് സ്കൂട്ടി വേണോന്ന് പറയുന്നു. ഈ പ്രായത്തിലോ? പിന്നെപ്പോഴാ? ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട്. അതുവരെ അവൾ ഇത് തന്നെ ഓടിച്ചാ മതിയോ? അത് നല്ലതാണോ? അമ്മോ, ഇങ്ങനെ തന്നെ ഇരിക്കുമെന്നോ? അതുകൊണ്ടാ പറഞ്ഞേ അവൾ എന്ത് ചോദിക്കുന്നോ വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അല്ലാതെ പല്ല് പോയതിനു ശേഷമല്ല. ഈ വണ്ടി ശ്രദ്ധിച്ചോടിക്കണം മോളെ. ഇത് അത് കണ്ടില്ല, ഇതാണ് സ്റ്റാർട്ടർ. ഇതിൽ പിടിച്ച പതുക്കെ ഇത് റേസ് ചെയ്യണം. അല്ല മോളെ, അച്ഛന്റെ പേടി അതല്ല. എടാ നോക്കണം കേട്ടോ, ശരിക്കും നോക്കണം. സ്റ്റാർട്ട് ചെയ്തേ. പുറകെ ഓടിയവർക്കൊന്നും പിടികൊടുക്കാതെ നേരെ ചെന്ന് മതിലിടിച്ച് വീണു. പേടിച്ച് പനി വന്നു. നന്നായി വേദനിച്ചു. അന്നേരം ഇത് പുറത്തേക്ക് വലിച്ചെറിയാന്ന് വിചാരിച്ചതാ. പക്ഷെ ശകുന്തള സമ്മതിച്ചില്ല. സന്തോഷത്തോടൊപ്പം അനുഭവിച്ച വേദനകളും കൂടെ ഉണ്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതും ഇവിടെ സൂക്ഷിച്ചു. പിന്നീട് അവൾ ഏത് കാറ് വേണമെന്ന് പറഞ്ഞാലും വാങ്ങിച്ചു കൊടുത്തു. അവൾ ഓടിക്കുന്ന എല്ലാ കാറുകളും എനിക്കിഷ്ടമാണ്. ആദ്യമായി ഒരു പാവക്കുട്ടിയെ വാങ്ങി അവൾക്ക് കൊടുത്തപ്പോ അവളുടെ മുഖത്തെ സന്തോഷം കൊണ്ടുള്ള ആ ചിരി ഇന്നും എന്റെ ഓർമ്മയിലുണ്ട്. അന്ന് ആ കുഞ്ഞിന്റെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി കാത്തു സൂക്ഷിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഒരിക്കലും അത് കഴിയില്ല. സാരമില്ല, ഞാൻ നോക്കിക്കോളാം. അറ്റ്ലീസ്റ്റ് ആ ചിരി മായാതെ സൂക്ഷിക്കാനുള്ള കഴിവ് നിങ്ങളുടെ മകനുണ്ടോ?